ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കിനിക്സ്. അപ്പൊ ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +2 ബോട്ടണിയിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമില് നോട്ട്സ് ആണ്. ഏറ്റവും മൈക്രോ നോട്ട്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ നോട്ട്സിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമാണ് മിസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു നോട്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം സെറ്റ് ആയിരിക്കും, ബോട്ടണി എക്സാം സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യാണ്ട് തുടക്കം തൊട്ട് എൻഡ് വരെ വീഡിയോ കണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഭാഗങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ള ടോപ്പിക്സ് ആണ് മിസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫൈൻ, അപ്പൊ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ ഇവിടെ +2 ബോട്ടണിയിൽ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഓൾമോസ്റ്റ് 20% ആണ് എല്ലാ ചാപ്റ്ററിൽ നിന്നും തന്നെ ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ ഒരു 5 തൊട്ട് 6 മാർക്ക് വരെയാണ് എല്ലാ ചാപ്റ്ററിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി. ചിലപ്പം ചില ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന് ചോദിച്ചാൽ ചില ചാപ്റ്ററിൽ നിന്ന് 5 എന്നായിരിക്കാം, ചിലത് 7 എന്നായിരിക്കാം. അങ്ങനെ 1-2 മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എല്ലാ ചാപ്റ്റേഴ്സും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റേഴ്സും ആണ്. ഫൈൻ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ നമ്മുടെ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ മേജർ ആയിട്ടുള്ള 4 ലേയേഴ്സ് ഉണ്ട്. ഈ 4 ലേയേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. അതിൽ ഔട്ടർ മോസ്റ്റ് ലെയർ നമുക്കറിയാം എപ്പിഡെർമിസ്, ദെൻ വി ഹാവ് എൻഡോത്തീക്കം, ദെൻ വി ഹാവ് മിഡിൽ ലെയർ. അപ്പൊ ഈ മിഡിൽ ലെയറിന്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്, എന്താണ്? പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ ഡെഹിസൻസ്. ഓക്കെ, അപ്പൊ ഡെഹിസൻസിന് സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ മിഡിൽ ലെയർ ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ടെപ്പീറ്റം എന്ന് പറയുന്നത്. ടെപ്പീറ്റം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടെപ്പീറ്റം അല്ലെങ്കിൽ എന്താണ് ടെപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എന്നുള്ളത്. അത് 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട്. എന്താണ് ഫംഗ്ഷൻ? നറിഷ്മെന്റ് ആണ്. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പോളൻ ഗ്രെയിനിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ ടെപ്പീറ്റം ആണ്. ഇവിടെ നിങ്ങൾക്ക് ടിയേഴ്സ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം കാണാം. അതിന്റെ എൻലാർജ്ഡ് വ്യൂ ആണ്. അതിൽ നിങ്ങൾക്ക് ഓരോ ലേയേഴ്സ് കാണാം അല്ലെ. ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസ്, എൻഡോത്തീക്കം, ദെൻ മിഡിൽ ലേയേഴ്സ് ആൻഡ് ഫൈനലി ഇന്നർ മോസ്റ്റ് ലെയർ, ദാറ്റ് ഇസ് ടെപ്പീറ്റം. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു പിക്ചറും നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ തന്നിട്ട് ഓരോന്നും മാർക്ക് ചെയ്യാനും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി പോളൻ ഗ്രെയിനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 ലേയേഴ്സ് ആണ് നമുക്ക് പോളൻ ഗ്രെയിനിൽ കാണാറുള്ളത്. അതിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ, ഹാർഡ് ലെയർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ എക്സൈൻ ആണ്. ഇത് ചോദിക്കാറുണ്ട്. ഇനി ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻഡൈൻ ആണ്. അത് രണ്ടും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി എക്സൈനിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഹാർഡസ്റ്റ് ആ ഒരു കോമ്പോണന്റ് ഏതാണെന്നും ചോദിക്കാറുണ്ട്. ഏതാണ് മക്കളെ? ദാറ്റ് ഇസ് സ്പോറോപൊളിനിൻ. ഈ സ്പോറോപൊളിനിൻ ഒരു പ്രത്യേകതയുണ്ട്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന് ഹൈ ടെമ്പറേച്ചറും വിത്ത്സ്റ്റാൻഡ് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രോങ് ആസിഡ്സും ആൽക്കലിയും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതും 1 മാർക്കിന് ചോദിക്കാറുള്ള ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ എൻസൈംസിനൊന്നും എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ സ്പോറോപൊളിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. യെസ്, അടുത്ത ഇന്നർ വാൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡൈൻ ആണ്. ഇതും ചോദിക്കാറുണ്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഓക്കെ, ഓൺ മെച്യൂരിറ്റി ദ പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ് 2 സെൽസ്. അത് ഏതൊക്കെ സെല്ലാണ്? വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. ഇതും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇവിടെ വെജിറ്റേറ്റീവ് സെൽസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വെജിറ്റേറ്റീവ് സെല്ല് ബിഗർ ആയിരിക്കും, അതുപോലെ ഹാസ് അബൻഡന്റ് ഫുഡ് റിസർവ് ആൻഡ് ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്. ഇത് ഇതുപോലെ പഠിച്ചു വെച്ചോ, 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കും ആൻഡ് ഇറ്റ് യൂഷ്വലി ഫ്ലോട്ട്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ്സ് 2 മാർക്കിന്റെ അടുത്തൊരു ക്വസ്റ്റിനോട് കണ്ടു. ഇനി അടുത്തതാണ് നമ്മുടെ മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഈ ഡയഗ്രാം ഇതേപോലെ തന്നെ നിങ്ങളോട് ചോദിക്കാറുണ്ട്, നെയിം ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനി നമ്മുടെ ഫീമെയിൽ ഗാമിറ്റോഫൈഡ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക്, ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്ക് മെച്യൂരിറ്റി എത്തുമ്പോൾ എത്രയാണ് അതിൻ്റെ ഉള്ളിലെ സെല്ലും ന്യൂക്ലിയസ്, അത് ചോദിക്കാറുണ്ട്. എത്രയാണ് മക്കളെ? 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് ആണ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 3 cells are grouped together at the micropylar end and it constitute the egg apparatus. Okay, so that is also important. ഇനി egg apparatusൽ നമുക്ക് നോക്കുമ്പോൾ കാണാം consist of 2 synergids and 1 egg cell. ഇതെല്ലാം അതുപോലെ തന്നെ പഠിച്ചു വെക്കാം.
ഇനി അടുത്ത നിങ്ങളോട് ചോദിക്കാറുള്ള 1 മാർക്ക് ആൻഡ് 2 മാർക്ക് ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് ഫിലിഫോം അപ്പാരറ്റസ്? ഫിലിഫോം അപ്പാരറ്റസ് എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗൈഡിങ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദ synergids. Okay, that is very important. ഇനി 3 cells arranged towards a cella cell end, അതിനെയാണ് നമ്മൾ ആന്റിപോഡൽ സെൽസ് എന്ന് പറയാറുള്ളത് അല്ലേ? ഇനി ഒരു ലാർജ് സെൻട്രൽ സെല്ലുണ്ട്, അതിനകത്ത് 2 പോളാർ ന്യൂക്ലിയ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഒവ്യൂളിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. അതൊന്നും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ള ഈസി ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ പോളിനേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഇസ് പോളിനേഷൻ? ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ is termed as പോളിനേഷൻ. ഓക്കെ, അപ്പൊ കൈൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഓട്ടോഗമി ആണ്, അതായത് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഫ്ലവറിൽ തന്നെ നടക്കുന്നത് അല്ലെ, വിത്തിൻ ദ സെയിം ഫ്ലവർ. ആൻഡ് ഓട്ടോഗമി, ജെയ്റ്റ്നോഗമി ആണെങ്കിൽ ബിറ്റ്വീൻ 2 flowers of the same plant, right? And one more, that is xenogamy, transfer of pollen grains from anther to the stigma of a different plant. Okay, ഇനി ചാസ്മോഗമസ് ആൻഡ് ക്ലീസ്റ്റോഗമസ് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ അതിൽ കൂടുതൽ നിങ്ങളോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ അഡാപ്റ്റേഷൻസ് ആണ്. അതിൽ ഓരോ പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിൻ്റെയും അതിൻ്റെ പ്രത്യേകതകൾ, അഡാപ്റ്റേഷൻസ് ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ വിൻ പോളിനേറ്റഡ് ആണെങ്കിൽ നെക്ടർ ഉണ്ടാവില്ല, അത്ര ഷോയി ആയിരിക്കില്ല, അതായത് അത്ര കളർഫുൾ ഒന്നും ആയിരിക്കില്ല അല്ലേ. അതുപോലെ തന്നെ നോട്ട് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള പെറ്റൽസും നമുക്ക് കാണത്തില്ല, പിന്നെ അങ്ങനെ നെക്ടേഴ്സും നമുക്ക് കാണാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ പോളൻ ഗ്രെയിൻസ് എന്താണ്, ലൈറ്റ് ആയിരിക്കും, സ്റ്റിക്കി ആയിരിക്കില്ല. ഓക്കെ, പിന്നെ ഫ്ലവേഴ്സ് എന്താണ്, ശരിക്കും നല്ല എക്സ്പോസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ പോളൻ കൂടുതലായിട്ട് ലാർജ് എമൗണ്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. ഫൈൻ. ഇനി അടുത്തത് വാട്ടർ പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിന്റെ അഡാപ്റ്റേഷൻസ് ആണ്. അതിലെന്താണ്, പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ലോങ് ആയിരിക്കും, റിബൺ ലൈക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മുസ്ലേജസ് കവറിങ് ഉണ്ടാവും. എന്താണ്, വെറ്റിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നനഞ്ഞു പോകാൻ പാടില്ല അല്ലെ. പിന്നെ അടുത്തെന്താണ്, നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ്, കൂടുതൽ നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അവിടെ എന്താണ്, നോ നെക്ടർ, നോട്ട് ഷോയി ആൻഡ് നോട്ട് ബ്രൈറ്റ്ലി കളേർഡ്. ആൻഡ് അഡാപ്റ്റേഷൻസ് ഫോർ ഇൻസെക്ട് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കളർഫുൾ ആയിരിക്കും, ലാർജ് ആയിരിക്കും, നെക്ടർ കണ്ടെയ്നിങ് ആയിരിക്കും, നല്ല ഫ്രാഗ്രൻസ് ഉണ്ടാവും, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും, റൈറ്റ്. സ്മോളർ ഫ്ലവേഴ്സ് ആയിരിക്കും, ക്ലസ്റ്റർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ മീൻസ് പോളൻ ഗ്രെയിൻസ് കുറച്ചും കൂടെ എന്താണ്, സ്റ്റിക്കി ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി എന്താണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ സ്റ്റെപ്സ് നിങ്ങളോട് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. എന്താണ് സെലക്ഷൻ ഓഫ് പാരൻസ്, ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് 1 മാർക്കിനും ചോദിക്കാറുണ്ട്. എന്താണ് ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദ ഫ്ലവർ ബഡ്, അതിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അഗെയിൻ വി വിൽ ഡു ദ ബാഗിങ് പ്രോസസ് അല്ലെ. അത് കഴിഞ്ഞിട്ട് അവിടെ പോളിനേഷൻ നടക്കുന്നു, ആൻഡ് അഗെയിൻ റീബാഗിങ്. ഓക്കെ, ഫൈൻ. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് അനദർ 3 മാർക്ക് ആൻഡ് 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. എന്താണ്, സിംഗമി, വൺ ഓഫ് ദ മെയിൽ ഗമീറ്റ് ഫ്യൂസ്ഡ് വിത്ത് എഗ് സെൽ ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട്, ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ഇസ് ദ നെക്സ്റ്റ് പാർട്ട് അല്ലെ. അതിന് 2 സ്റ്റെപ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻ? ദ സെക്കൻഡ് മെയിൽ ഗമീറ്റ് ഫ്യൂസ്ഡ് വിത്ത് ദ സെക്കൻഡറി ന്യൂക്ലിയസ് ടു ഫോം എ ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, ദാറ്റ് ഇസ് PN, റൈറ്റ്. ഇത് രണ്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ആൻഡ് ഈ 2 എന്താണ്, നമ്മുടെ എംബ്രിയോ സാക്കിൽ വെച്ച് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാറുള്ളത്. പിന്നെ ഇവിടെ ചോദിക്കാറുള്ളതാണ്, ദ സെൻട്രൽ സെൽ ആഫ്റ്റർ ട്രിപ്പിൾ ഫ്യൂഷൻ ബിക്കംസ് പ്രൈമറി എൻഡോസ്പേം സെൽ ആൻഡ് ഇറ്റ് ഇസ് ഡെവലപ്ഡ് ഇൻ ടു ദ എൻഡോസ്പേം ആൻഡ് ദ സൈഗോട്ട് ഡെവലപ്ഡ് ഇസ് ഫോംഡ് ഇൻ ടു എംബ്രിയോ. ഓക്കെ, ഇനി എംബ്രിയോയിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജസിന്റെ ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കുക. അത് നിങ്ങളോട് ചോദിക്കാറുണ്ട്, ഈ കറക്റ്റ് ഓർഡറിലാക്കാൻ പറയാറുണ്ട്. ഫസ്റ്റ് ഏതാണ്, പ്രോ എംബ്രിയോ ആണ്, ദെൻ ഇറ്റ് ഇസ് ഗ്ലോബുലാർ, ദെൻ ഇറ്റ് ഇസ് ഹാർട്ട് ഷേപ്ഡ്, ആൻഡ് ഫൈനലി ദ മെച്യൂർ എംബ്രിയോ. അപ്പോൾ ഇത് 3 നിങ്ങളോട് കറക്റ്റ് ഓർഡറിലാക്കാനും ചോദിക്കാറുണ്ട്. ആൻഡ് ഡൈക്കോട്ട് എംബ്രിയോന്റെ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ മോണോകോട്ട് എംബ്രിയോന്റെ ഈ ഒരു പെർട്ടിക്കുലർ മീൻസ് പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. അതിൽ സ്ക്യൂട്ടെല്ലാം എപ്പോഴും ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ് അല്ലെ. സിംഗിൾ കോട്ടിലിടനെ നമ്മൾ വിളിക്കുന്നതാണ് സ്ക്യൂട്ടെല്ലാം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ചോദിക്കാറുള്ളതാണ്, വാട്ട് ഇസ് ട്രൂ ഫ്രൂട്ട് അല്ലെ. ഓവറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. ഇനി ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ ഇതിലൊക്കെ എന്താണ്, തലാമസ് ആണ് ഫ്രൂട്ട് ഫോർമേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഫ്രൂട്ട്സ് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അത് ഓവറിൽ നിന്ന് അല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി
fruit developed without fertilization is called parthenocarpic fruits. ഇതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക, പൈനാപ്പിൾ ആൻഡ് ബനാനയാണ്. ഇനി വാട്ട് ഇസ് പോളിഎംബ്രിയോണി? ഡെവലപ്മെന്റ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ സീഡ്. അതിന്റെ എക്സാമ്പിൾ ആണ് സിട്രസ് ആൻഡ് മാംഗോ. ഇനി അപ്പോമിക്സിസ് എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് സീഡ്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറ്റ് ഇസ് വെരി വെരി യൂസ്ഫുൾ ഇൻ ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രി. അതെങ്ങനെയാണ് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഫസ്റ്റ് വൺ റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഓക്കെ, അപ്പോൾ അതിൽ റെസ്ട്രിക്ഷൻ എൻസൈംസിൽ നമുക്ക് എക്സോ ന്യൂക്ലിയസസ് ഉണ്ട്, അതുപോലെ തന്നെ എൻഡോ ന്യൂക്ലിയസസ് ഉണ്ട്. എന്താണ് എക്സോ ന്യൂക്ലിയസസ് എന്ന് പറഞ്ഞാൽ? കട്ട് DNA ഫ്രാഗ്മെന്റ്സ് ഫ്രം ദ ടെർമിനൽ എൻഡ്. ടെർമിനൽ എൻഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് എക്സോ ആൻഡ് എൻഡോ മീൻസ് എന്താണ്? സ്പെസിഫിക് സൈറ്റിൽ അല്ലെ, ഇൻ ബിറ്റ്വീൻ സ്പെസിഫിക് സൈറ്റിൽ കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മുടെ DNA ലിഗേസസ് എന്താണെന്നുള്ള നിങ്ങൾ കാര്യം അറിഞ്ഞിരിക്കണം. ദാറ്റ് ഇസ് മോളിക്കുലാർ ഗ്ലൂ ആൻഡ് ഇറ്റ് ജോയിൻസ് ദ DNA സ്ട്രാൻഡ്സ്. ഇനി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൽ നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ്? ദാറ്റ് ഇസ് ഹൈൻ സെക്കൻഡ് ആണ്. പിന്നെ എന്താണ് ഇവരുടെ പ്രത്യേകത? ദേ കട്ട് അറ്റ് സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് ബേസ് പെയർ. ഓക്കെ, ഇനി റെക്കഗ്നിഷൻ സീക്വൻസ് ഓഫ് എൻഡോന്യൂക്ലിയസ് എൻസൈംസിനെ ആ ഒരു റെക്കഗ്നേഷൻ സീക്വൻസിന് നമ്മൾ വിളിക്കുന്നതാണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ഓക്കെ, ഇനി ഈ ഒരു പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിന്റെ എക്സാമ്പിൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി എന്താണ് ഇത് നെയിം ചെയ്യാനുള്ള റൂൾസ്? ആ റൂൾസ് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ലെറ്റർ എന്താണ്? ജീനസ് ഓഫ് ദ ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഷീസ് ആണ്. ആൻഡ് ഫോർത്ത് ലെറ്റർ എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. ആൻഡ് റോമൻ നമ്പർ എന്തിനാണ്? ഓർഡർ ഓഫ് ഐസൊലേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്ക് ആൻഡ് 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ അതിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാലോ, അത് മിസ്സിന് പറയുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ക്ലോണിംഗ് വെക്ടേഴ്സ്. എന്താണ് ക്ലോണിംഗ് വെക്ടേഴ്സ്? വെഹിക്കിൾസ് വിച്ച് ആർ യൂസ് ടു ട്രാൻസ്ഫർ ജീൻ ഫ്രം വൺ സെൽ ടു അനദർ. അതിനെ നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് എ പ്ലാസ്മിഡ്? ഓക്കെ, പ്ലാസ്മിഡ് ഇസ് സ്മോൾ ഡബിൾ സ്ട്രാൻഡഡ് എക്സ്ട്രാ ക്രോമസോമൽ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് സർക്കുലർ DNA ആണ്. ഫീച്ചേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ടാവും, ഓറ ഉണ്ടാവും, സെലക്ടബിൾ മാർക്കേഴ്സ് ഉണ്ടാവും അല്ലേ, അതുപോലെ ക്ലോണിംഗ് സൈറ്റ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊന്നും മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പിക്ചർ നമ്മുടെ ഈക്വലി അല്ലെ, ക്ലോണിംഗ് വെക്ടർ ഏതാണ്? PBr322 ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എവറി ടൈം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇത് നോക്കി വെച്ചോളൂ, ഇനി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പ്രോസസ് ഓഫ് our DNA ടെക്നോളജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. First one is isolation of DNA, fragmentation of DNA using restriction endonucleases, separation and isolation of desired gene by gel electrophoresis, amplification of desired gene using polymerase chain reaction or PCR, ligation of the DNA fragment into a vector, transferring the recombinant DNA into the host, obtaining gene products and downstream processing. These are the important steps of our DNA technology and this is very very important. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. യെസ്, ഓരോന്നും ഐസൊലേഷൻ്റെ പ്രൊസീജിയറിൽ എന്തൊക്കെയാണുള്ളത്? ഇവിടെ പ്ലാന്റ്സിലും ആനിമൽസിലും ഓരോന്നിലും യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ എൻസൈം ഏതാണ്, ട്രീറ്റ് ചെയ്യുന്ന എൻസൈം ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അതിൽ സെല്ലുലേസ് ആണ് നമ്മുടെ പ്ലാന്റ് സെൽ വാളിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, കൈറ്റ്നേസ് ആണ് ഫംഗൽ സെൽ വാൾ, പ്രോട്ടിയേസ് ആണെങ്കിലോ പ്രോട്ടീൻസിനെ റിമൂവ് ചെയ്യുന്നു, റൈബോന്യൂക്ലിയസ് ആണെങ്കിൽ റിമൂവ്സ് RNA. പിന്നെ ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ് സ്പൂളിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഓക്കെ, ഐസൊലേഷൻ്റെ ടൈമിൽ ആ ഒരു പ്രെസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ജെൽ ഇലക്ട്രോഫോറസിസ് എഗെയിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മുടെ മെട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു മീഡിയം യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ഗാരോസ് ജെല്ലാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവിടെ സെപ്പറേറ്റഡ് ഫ്രാഗ്മെന്റ് അല്ലെ, DNA സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പം അവിടെ ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ബാൻഡ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നമ്മൾ എങ്ങോട്ടേക്ക് എക്സ്പോസ് ചെയ്യുന്ന UV ലൈറ്റിന് അവിടെ സ്റ്റെയിൻ ചെയ്യാറുണ്ട്. ആ സ്റ്റെയിൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഇസ് എത്തീഡിയം ബ്രോമൈഡ്. ഇനി ഈ DNA ഫ്രാഗ്മെന്റ്സ് ഈ ജെല്ലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എലൂഷൻ എന്ന് വിളിക്കാറുണ്ട്. അതും നിങ്ങളോട് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഈ ഒരു പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, എന്നിട്ട് ഇത് എന്താണ് പ്രോസസ്സ് എന്ന് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ PCR. അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളോട് ചോദിക്കാറുണ്ട് ഡീനാച്ചുറേഷൻ, അനീലിംഗ്, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ. അതിൻ്റെ പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് ടാഗ് പോളിമറൈസ് എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. തെർമസ് അക്വാറ്റിക്കസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഡയഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് മിസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾ പഠിച്ചു പോവുക. ഇനി അടുത്ത 3 മാർക്ക് ആൻഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഹൗ വി മേക്ക് ഹോസ്റ്റ് സെൽ കോമ്പിറ്റന്റ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം ഒരു ഡയവാലന്റ് കാറ്റയോൺ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ അതിനെന്താണ് നമ്മൾ ഐസിലേക്ക് പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡൗൺ ചെയ്യുന്നു, പിന്നെ ടെമ്പറേച്ചർ കൂട്ടുന്നു, ഹീറ്റ് ഷോക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഐസിലേക്ക് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
ഫൈൻ. മൈക്രോ ഇഞ്ചക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡയറക്ട്ലി ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഇതിൽ മൈക്രോ പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ആനിമൽ സെല്ലിലേക്ക്, ബയോളിസ്റ്റിക് സെല്ലിൽ ജീൻ ഗണ്ണ് നമ്മൾ ഇതിലാണ് യൂസ് ചെയ്യുന്നത് പ്ലാന്റ് സെല്ലിലേക്ക്, ഹൈ വെലോസിറ്റി ഗണ്ണ് വെച്ചിട്ട് എന്താണ് ഇതിനെ ബോംബാർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലേ. ഇനി ബയോ റിയാക്ടേഴ്സ് ചോദിക്കാറുണ്ട്, അതിന്റെ പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കണം. എന്നാൽ ലാർജ് വെസൽ യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്, എൻസൈംസും പ്രോട്ടീൻസും ഒക്കെ ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോമ്പോണൻസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഫൈൻ. അതിന്റെ പിക്ചർ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഒന്ന് ഓർത്തിരിക്കുക. അതും ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ളൂ, പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. 2 ടൈപ്സും വല്ലപ്പോഴും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ വീണ്ടും എക്സോന്യൂക്ലിയസ് എൻഡോന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഫൈൻ. യെസ്, ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ഭാഗങ്ങളിലേക്ക് പോകണം. അത് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നതാണ് കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ യൂസസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? അതിൽ പ്ലാന്റ്സിന്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കിനും 3 മാർക്കിനും നിങ്ങളോട് ചോദിക്കാറുണ്ട്. ക്രോപ്സിന് എന്താണ് മോർ ടോളറൻ്റ് ആക്കാറുണ്ട്. ഓക്കെ, അതുപോലെ റെസിസ്റ്റൻ്റ് ആണ്, പെസ്റ്റിനോടൊക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ എന്താണ് കൂടുതലായിട്ട് ന്യൂട്രിയൻസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവർ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ BT കോട്ടൺ. ഓക്കെ, BT കോട്ടണിൽ നമുക്കറിയാം BT മീൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഇസ് ബാസിലസ് തുറഞ്ചെൻസിസ് ആണ്. ടോക്സിൻ പ്രോട്ടീൻ ഏതാണ്? ദാറ്റ് ഇസ് ക്രൈ പ്രോട്ടീൻ ഇസ് പ്രസന്റ് ഇൻ ദിസ് അല്ലേ. അപ്പോൾ ഇത് ബാക്ടീരിയക്ക് ഹാംലെസ് ആയിരിക്കും. കാരണം എന്താണ്, ഈ BT ടോക്സിൻ ആക്ച്വലി ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ ആയിട്ടാണ് ഇതിൽ കാണപ്പെടുന്നത്, ഈ ബാക്ടീരിയയിൽ കാണപ്പെടുന്നത്. പിന്നീട് അത് ആ ഒരു കോൺ ബോററിന്റെ ഗട്ടിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇത് ആക്ടിവേറ്റഡ് ആവുകയും അങ്ങനെയാണ് അവിടെ സെല്ലിന്റെ ലൈസസ് ഉണ്ടായിട്ട് അത് ചത്തുപോവുകയും ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏതാണ് ക്രൈ 1AB ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ക്രൈ ജീൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ RNA ഇന്റർഫറൻസിൽ മിലോഡിഗ്നൈൻ ഇഗ്നീഷ്യ ഒരു പെർട്ടിക്കുലർ പാർട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇറ്റ്സ് എ നെമറ്റോഡ് അല്ലേ. ആൻഡ് ആ ഒരു പാർട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു പ്രൊസീജിയർ എന്നുള്ള കാര്യം. പിന്നെ സ്ട്രക്ചർ ഓഫ് ഇൻസുലിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങളോട് ചോദിക്കാറുള്ളത് ഈ ഒരു പ്രോ ഇൻസുലിൻ സ്ട്രക്ചറൽ ഡിഫറൻസസ്, ആ ഒരു ഭാഗം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എലി അല്ലേ, അമേരിക്കൻ കമ്പനിയാണ് ഫസ്റ്റ് ജനറ്റിക്കലി ഹ്യൂമൻ എഞ്ചിനീയർഡ് ഇൻസുലിൻ അല്ലേ, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഹ്യൂമൻ ഇൻസുലിൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ എന്താണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അല്ലെ, ആദ്യം പ്രിപ്പയർ ടു DNA സീക്വൻസസ് എയും ബിയും ചെയ്യുന്നുണ്ട് അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈക്കോളി ബാക്ടീരിയയിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇൻസുലിൻ്റെ ചെയിൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ എന്താണ് നമ്മൾ ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഡൈസൾഫൈഡ് ബോൺസ് വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഹ്യൂമൻ ഇൻസുലിൻ ആയിട്ട് ഫോം ചെയ്യുന്ന. ഈ ഒരു ഫിഗർ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഫിഗർ എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇനി ജീൻ തെറാപ്പി എന്താണെന്ന് ചോദിക്കാറുണ്ട്. ജീൻ തെറാപ്പി മാത്സ് ഫോളോയിങ്ങിലൊക്കെ എപ്പോഴും കാണലുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ 2 മാർക്കിനൊക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ട് ഈ ADA പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇപ്പോൾ ഒന്നും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറവാണ്, ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് നോക്കി വെച്ച് പോവുക. ഓക്കെ, യെസ്. ഇനി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് ADA ഡെഫിഷ്യൻസിയിൽ അതർ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ജീൻ തെറാപ്പി വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ മക്കളെ. യെസ്, ട്രാൻസ്ജനിക് ആനിമൽസും അതിൻ്റെ യൂസസും എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് നോർമൽ ഫങ്ഷൻസും അതുപോലെ ജീൻ്റെ റെഗുലേഷനൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ഒരു ഡിസീസ് എങ്ങനെയാണ് ഓരോ ആനിമൽസിൽ, ഇപ്പം ഹ്യൂമൻ ബീങ്സിൽ ഒരു ഡിസീസ് വന്നാൽ അതിൻ്റെ ബാക്കി പ്രോഗ്രസും ഗ്രോത്തും അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബയോളജിക്കൽ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇവരെ യൂസ് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ ആണ് നമ്മുടെ റോസി എന്ന് പറയുന്നത്. അവിടെ ആൽഫ ലാക്റ്റ് ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ എലീസ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കുക. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ ആണ്. അതുപോലെ GEAC ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ, നിങ്ങൾക്ക് അപ്രൂവൽ കമ്മിറ്റി എന്നാണ് ഇപ്പം നമുക്കറിയാം, അപ്രൈസൽ കമ്മിറ്റി എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്രൂവൽ കമ്മിറ്റി നിങ്ങൾ എഴുതിയാൽ മതി, അപ്രൈസൽ എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ എയിംസും കാര്യങ്ങളും അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ബയോ പൈറസീൻ്റെ ആ ഒരു എക്സാമ്പിൾ നമ്മുടെ ബസ്മതി റൈസ്, ആ ഒരു കാര്യം എപ്പോഴും മാത്സ് ഫോളോയിങ്ങിൽ വരാറുണ്ട്. അത്രയാണ്, ബയോ പേറ്റന്റ് അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, ഇനി ടിഷ്യൂ കൾച്ചറിൽ നിങ്ങളോട് ചോദിക്കാറുള്ളത് ആ ഒരു യൂസ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, അതിനെ നമ്മൾ എക്സ്പ്ലാൻ എന്ന് വിളിക്കുന്നു. അതുപോലെ ടോട്ടി പൊട്ടൻസിൻ്റെ ഒരു ഭാഗം നിങ്ങൾ അങ്ങനെ അതൊന്നും ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, ടിഷ്യൂ കൾച്ചറിൽ നിന്ന് ഇപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, പക്ഷേ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് എന്താണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അതുപോലെ എക്സാമ്പിൾ പൊമാറ്റോ, ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അത്രയാണ് ആ ചാപ്റ്ററിൽ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആണ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്.
ഇവിടെ ഈ ഒരു ഏജ് പിരമിഡ് തരും. എന്നിട്ട് അത് എക്സ്പാൻഡിങ്, സ്റ്റേബിളോ, ഡിക്ലൈനിങ്, അത് നിങ്ങൾ വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം കേട്ടോ. പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, അത് നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങളുടെ ഈ മോഡൽ എക്സാമിന് വരെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റീനെ അഫക്ട് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതും ചോദിക്കാറുണ്ട്. ഫാക്ടേഴ്സ് അല്ലേ, നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. അവിടെ നിങ്ങൾ ആ പിക്ചർ അടക്കം അതും പഠിച്ചു വെക്കേണ്ടതാണ്. എങ്ങനെയാണ് പോപ്പുലേഷൻ ഇൻക്രീസിന് കാരണമാകുന്ന എന്താണ് നാറ്റാലിറ്റി, ബർത്ത് റേറ്റും അതുപോലെ ഇമിഗ്രേഷനും ആണ്. അതായത് പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു അല്ലേ. അതേസമയത്ത് മോർട്ടാലിറ്റി, ഡെത്ത് റേറ്റ് ആണ് അത് പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യാനുള്ള കാരണമാകുന്നു. എമിഗ്രേഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് ആൾക്കാർ കുടിയേറി പോകുന്നു അല്ലേ. അത് രണ്ടും എന്താണ് പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യാൻ കാരണമാകുന്നു. മിസ് പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ ആണ്. ഇവിടെ നിങ്ങൾ ഈ പ്ലസും മൈനസും സൈനും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിങ്ങൾ എഴുതി വെക്കരുത്. ഓക്കെ, ആ പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ലോഗിസ്റ്റിക് ഗ്രോത്ത് മോഡൽ അല്ലെ, എസ് ഷേപ്ഡ് കർവ്, അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇതാണ് ഈ ഒരു ഗ്രാഫ് ഓർത്തിരിക്കുക. അവിടെ കെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ക്യാരിങ് കപ്പാസിറ്റി. എന്താണ് ക്യാരിങ് കപ്പാസിറ്റി? മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പെർട്ടിക്കുലർ സ്പീഷീസ് ദാറ്റ് ക്യാൻ ലീവ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്തോരാണ്, എത്ര ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ മിസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് ഇത്ര സ്പീഡിൽ പറയുന്നത് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ലോങ് വീഡിയോ ഇപ്പോൾ. ഫൈൻ. ഇനി പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മ്യൂച്വലിസം എന്താണ്? സ്പീഷീസ് എയും ബിയും പ്ലസ് സൈൻ ആണ്. പാരസൈറ്റിസം 1 + 1 - ആണ്. കമൻസാലിസം 1 + 1 0 ആയിരിക്കും. നോട്ട് അഫക്റ്റഡ്, റൈറ്റ്. പ്രഡേഷൻ 1 is plus and 1 is minus ആണ്. ഒന്ന് അവിടെ കില്ല് ചെയ്യപ്പെടുവാണ് അല്ലേ. കോമ്പറ്റീഷൻ ആണെങ്കിൽ രണ്ടും എന്താണ് തമ്മിലടിക്കും. ആരാണോ ജയിക്കുന്നത് അവർക്ക് എടുക്കാം. രണ്ടും എന്താണ് ഹാം ഉണ്ടാവുന്നു അല്ലേ. അമൻസാലിസം എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഹാം ഉണ്ടാവും, ഒന്നിൽ പ്രത്യേകിച്ച് അഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഇതേപോലെ തന്നെ നോക്കി പഠിക്കുക. ബ്രൂട്ട് പാരസൈറ്റിസം എപ്പോഴും ചോദിക്കാറുണ്ട്. കുക്കു ആൻഡ് ക്രോ അല്ലേ, ആ നെസ്റ്റിൽ ക്രോയിൻ്റെ നെസ്റ്റിൽ പോയിട്ട് കുക്കു മുട്ടയിടുന്ന ആ ഒരു കാര്യം അല്ലേ, അതെപ്പോഴും ചോദിക്കാറുണ്ട്. ആ ഒരു എക്സാമ്പിൾ, ഇതിലെല്ലാ എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കുക. അത് മാറി നിങ്ങളോട് ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കേട്ടോ. യെസ്, ഫൈൻ. ഇനി എക്കോസിസ്റ്റം, ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ. എക്കോസിസ്റ്റത്തിൽ പ്രൊഡക്ടിവിറ്റി എന്താണെന്നുള്ളത്, അതിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അതിൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണെന്നുള്ളതും NPP, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനും NPP is GPV minus R അല്ലേ. R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പിറേറ്ററി ലോസ് ആണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി എന്തൊക്കെയാണ് factors affecting primary productivity? Sunlight, temperature, moisture, plants in that area, photosynthetic capacity, availability of nutrients. That is very very important. Pinne fragmentation, leaching, catabolism, humidification and mineralization is very important. Decomposition ന്റെ different steps ആണ്. അതിൽ fragmentation എപ്പോഴും നിങ്ങളോട് 1 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ ഇതിന്റെ ഫാക്ടേഴ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഫുഡ് ചെയിനിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനും അതുപോലെ ഡെട്രിറ്റസ് ഫുഡ് ചെയിനും തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്തിരിക്കുക. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഗ്രേസിംഗ് ആണെങ്കിൽ നമുക്കറിയാം എപ്പോഴും എന്താണ് പ്ലാന്റ്സിൽ വെച്ചിട്ടായിരിക്കും. ഡെട്രിറ്റസ് ആണെങ്കിൽ എപ്പോഴും ഡെട്രിറ്റസിൽ വെച്ചിട്ട് ഡെഡ് ഡിക്കേ മാറ്ററിലായിരിക്കും. പിന്നെ ട്രോഫിക് ലെവൽ ഒന്ന് ഓർത്തിരിക്കുക. അതിൽ എക്കോളജിക്കൽ ട്രോഫിക് ലെവലിൽ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഓരോന്നിൽ ഏതാ വരുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുള്ളൂ. പക്ഷേ എക്കോളജിക്കൽ പിരമിഡ്സിൽ പിരമിഡ് ഓഫ് നമ്പർ അല്ലേ, അതിൽ അപ്രൈറ്റും അതുപോലെ ട്രീ എക്കോസിസ്റ്റം ആണ് ഇൻവേർട്ടഡ് ആയിട്ട് നമ്പറിൽ കാണാൻ പറ്റുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. പിന്നെ പിരമിഡ് ഓഫ് ബയോമാസ്. ഓക്കെ, അപ്പോൾ അതിൽ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ എന്താണ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിട്ട്, അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആൻഡ് പിരമിഡ് ഓഫ് എനർജി നമുക്കറിയാം എപ്പോഴും എന്താണ് അപ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരെണ്ണമാണ്. അതായത് ഏറ്റവും ലോവർ ലെവലായിരിക്കും മാക്സിമം എനർജി. പിന്നെ മുന്നോട്ടേക്ക് പോകുന്നതനുസരിച്ച് എന്താണ് ഒരു 10% ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ ഹീറ്റ് ലോസ് ഉണ്ടാവും അല്ലേ, റൈറ്റ്. അതൊന്നും ഓർത്തിരിക്കുക, അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ +2 ബോട്ടണിയിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. കുറേ കാര്യങ്ങൾ മിസ് എക്സ്പ്ലെയിൻ ചെയ്തത് അത് വളരെ ലോങ് വീഡിയോ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗങ്ങളൊന്നും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ഇതിനകത്ത് മാത്രമാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒരു 3-4 കൊല്ലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ നമുക്കറിയാം പാറ്റേൺ ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്തത്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. വിൽ മീറ്റ് അഗെയിൻ. ബൈ ബൈ.